സോ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ മറ്റൊരു ബ്രേക്കിംഗ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമ്മുടെ സീസൺ 6നോട് സിജോയും വിട പറഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സിജോയും നോറയും തന്നെയാണ് ഈ ഒരാഴ്ച ഡേഞ്ചറസ് സോൺ എന്ന്. നോറ എവിക്റ്റ് ആയ കാര്യം ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടും കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നത്. നമ്മൾ ഒരു ഏകദേശം കണക്ക് പറഞ്ഞിരുന്നു സിജോ ആയിരിക്കാൻ സാധ്യതകളുണ്ട് എന്ന്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമുക്കൊരു 95% കൺഫേം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സിജോ തന്നെയാണ് ഈ ഒരാഴ്ച പുറത്തായിരിക്കുന്നത്. അപ്പം നോറ ഓൾറെഡി ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ അത് കാണിക്കും. ഇനിയിപ്പോൾ സിജോ കൂടിയേ ഉള്ളൂ. വോട്ടിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരാഴ്ച സിജോയ്ക്കും കുറവായിരുന്നു. സിജോയെ സംബന്ധിച്ച് സായി നന്ദന ആ ഒരു കോംബോ തന്നെയാണ് നല്ല രീതിയിലൊരു നെഗറ്റീവ് അടിക്കാനുള്ള കാരണം. അല്ലെന്നുണ്ടെങ്കിൽ സിജോ ഒരു ടോപ്പ് 5ലേക്ക് വരേണ്ട കണ്ടസ്റ്റൻറ്റ് തന്നെ ആയിരുന്നു. എന്നാൽ സിജോ ആ ഒരു കോംബോ പിടിച്ചു പോയി പ്രേക്ഷകരുടെ വെറുപ്പ് നേടിയത് കൊണ്ട് മാത്രമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ശ്രീതുവോ ഋഷിയോ പുറത്താകാനുള്ള സകല ചാൻസും ഉണ്ടായിരുന്നു. എന്നാൽ സിജോയുടെ കുഴി തോണ്ടിയെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം സിജോ വന്നപ്പോൾ മുതൽ നല്ലൊരു ശതമാനം പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. രണ്ടാമത് വന്നപ്പോഴും ഒരു സഹതാപ തരംഗമൊക്കെ സൃഷ്ടിച്ച് കുറച്ച് പ്രേക്ഷക സപ്പോർട്ടൊക്കെ സിജോയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ സിജോ സ്വന്തം കുഴി തോണ്ടി അങ്ങനെ ഒരു കോംബോ പിടിച്ച് ഉണ്ടായിരുന്ന സപ്പോർട്ട് കൂടി നശിപ്പിച്ചു എന്ന് വേണം നമുക്ക് പറയാം. പല കമ്മ്യൂണിറ്റി പോളുകളും അതുപോലെ തന്നെ അൺഒഫീഷ്യൽ പോളുകളും നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന സപ്പോർട്ടൊന്നും പിന്നീട് സിജോയ്ക്ക് ഇല്ല. സിജോനെ എങ്ങനെയും പുറത്താക്കണമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ആവശ്യവും. എന്തായാലും അത് നടന്നിരിക്കുകയാണ്. ഈ ഒരാഴ്ചത്തെ മൊത്തത്തിലുള്ള പോളിങ്ങുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സിജോയ്ക്ക് ഈ പറഞ്ഞതുപോലെ വോട്ടും കാര്യങ്ങളും ഒന്നുമില്ല. ചിലയിടത്ത് നോക്കിക്കഴിഞ്ഞാൽ നോറ പോലും സിജോയുടെ ഒപ്പം വോട്ടിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 95% സിജോയുടെ ഒരു എവിഷൻ റിപ്പോർട്ട് ഉറപ്പിക്കാം. 5% ഞാൻ മാറ്റി വെക്കുന്നു. ഇനി അവസാന നിമിഷം ഒരു തിരിമറി ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ 100% വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സോഴ്സിൽ നിന്ന് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഞാൻ 100% അങ്ങനെ ഒരു ഉറപ്പ് പറയുന്നില്ല. ഒരു 95% ഉറപ്പ് മാത്രമേ പറയുന്നുള്ളൂ. സിജോ തന്നെയാണ് അപ്പോൾ രണ്ടാമത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു 13ാമത്തെ ആഴ്ച ബിഗ് ബോസ് മലയാളം സീസൺ 6നോട് വിട പറയാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം.